നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മുതൽ അച്ഛന് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് അറിയാം അച്ഛന്. ഞാൻ പോലും മറക്കും. ഇപ്പോൾ എനിക്ക് പെയിൻ ക്രാംസ് വരുമ്പോൾ അച്ഛൻ ഓടിപ്പോയി അടുത്ത കടയിൽ പോയിട്ട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ അവിടെ ടേക്ക് കെയർ ചെയ്ത് നോക്കും. നമ്മൾ പെൺകുട്ടികളാണ്, വേറെ വീട്ടിൽ കയറേണ്ടവരാണ്, അപ്പം നമ്മൾ പണിയൊക്കെ എടുക്കണം, കുക്ക് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വളർത്തിയിട്ടില്ല. എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ അമ്മ ആ ഒരു ലെവലിലായിരുന്നു. ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആണ് ഞാൻ അവളിൽ. ഞാൻ പണ്ടേ അച്ഛനെ ഇങ്ങനെ തിരുത്തുമായിരുന്നു. പെൺകുട്ടി എന്തിനാ ഐശ്വര്യമാവണേ, പെൺകുട്ടി എന്തിനാ വീടിൻ്റെ ദേവിയും ലക്ഷ്മിയൊക്കെ ആവണേ, അവർ ഇങ്ങ് നിന്നോട്ടെ. ഒരു നാട്ടിൻപുറത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ഡ്രസ്സ് വന്നിട്ട് പുറത്തു പോകാൻ പറ്റില്ല. സിനിമയിലൊന്നും ഇരിക്കരുത്, അയ്യോ അതൊക്കെ ഭയങ്കര സിനിമ, അതൊന്നും സെറ്റാവില്ല, അന്നും ശരിയല്ല, ആ ഫീൽഡൊന്നും അത്ര ശരിയല്ല. സ്കൂളിലെത്തിക്കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞ ടീച്ചേഴ്സ് പറയും, ഓ എന്തായാലും നിൻ്റെ ലൈഫ് ഇനി സെറ്റിലായല്ലോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയി പറയാം, അനുശ്വരയുടെ കൂടെ കറങ്ങണ്ടെന്ന് പറയണം കേട്ടോ, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് നോക്കാം. എന്ത് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര ഒറ്റ ഇതാക്കിയിട്ട് കാണാം. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല, അവരുടെ അടുത്ത് പോയി പറയാം. ശരിക്കും ഒരുപാട് അനാവശ്യമായ കമ്പാരിസൺസ് വന്നിട്ടുണ്ടെന്നൊരു തോന്നലില്ല? എന്നെ ഭയങ്കര മെൻ്റലി എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങളിൽ ക്ലാസ്സിൽ നിന്ന് കരഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയം, ഞാൻ സ്കൂൾ മാറുകയാണെന്ന് പറഞ്ഞ സമയം. പക്ഷേ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരാളാണ് എവിടെ നിന്ന്. ബേസിക്കലി യു ഡോണ്ട് എക്സിസ്റ്റ് എനിവേർ. വെറുതെ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്ന രീതിയിൽ എനിക്കിവിടെ നിൽക്കേണ്ട. നമ്മൾ വിഷമം വരുമ്പോൾ നമ്മൾ കരയുന്നു, നമ്മൾ തൊട്ടവാണികളാണല്ലോ. എല്ലാ ആണുങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യമാണ്, അവർ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, കരയരുത്. അവർക്ക് മിക്കപ്പോഴും വൾണറബിൾ ആവാൻ പറ്റാറില്ല. പക്ഷെ അവർ പലപ്പോഴും നമ്മളെടുത്ത് വന്നിട്ടാണ് അങ്ങനെ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ അവർ ഭയങ്കര വൾണറബിൾ ആവുന്നത് അങ്ങനെ വന്നിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെന്റലി പീസ്ഫുൾ ആയ ഒരു ചൈൽഡ്ഹുഡ്, മെന്റൽ ട്രോമ ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊന്നും പലപ്പോഴും ഈ പല 90s കിഡ്സിനും ഉണ്ടായിട്ടില്ല. അടിയുന്നാണോ നമ്മുടെ മക്കളെ വളർത്താൻ. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ഡ്രീമിങ് അബൌട്ട് ബീങ് ആൻ ആക്ട്രസ് ഇസ് മച്ച് ബെറ്റർ ദാൻ ബീങ് ആൻ ആക്ട്രസ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈഫ് ബിഹൈൻഡ് ദി മൈക്കിൽ ഇന്ന് രേണുവിനൊപ്പമുള്ളത് സ്വപ്നം പോലെയുള്ളൊരു ജീവിതം ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അനശ്വര. വെൽക്കം. താങ്ക് യു. അനശ്വരയെ ആദ്യം തണ്ണീർമത്തൻ ദിനങ്ങളിലാണ് ഞാൻ കാണുന്നത്. അപ്പം അന്ന് തൊട്ട് കണ്ട ആൾക്കാരെല്ലാം അനശ്വരയെ ഇപ്പോഴും എത്ര മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലേക്ക് പലപ്പോഴും അനശ്വര, തണ്ണീർമത്തൻ ദിനം, നമ്മുടെ കുഞ്ഞു കുട്ടി എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. പക്ഷേ ഒരുപാട് സിനിമകൾ ചെയ്ത് വളരെ മെച്യൂർഡായിട്ടുള്ള രീതിയിൽ ആക്ടിങ്ങിന് തന്നെ വ്യത്യാസം വന്നിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അനശ്വര. അനശ്വരയോട് ഞാൻ ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളിലെ കുഞ്ഞുകുട്ടിയാണോ അതോ വലിയ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് ആൾക്കാർ കാണുന്ന പോലെ ഇരിക്കും. എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഇപ്പോഴും കുഞ്ഞ് ആരോടത്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ പിന്നെ കുഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന്നാ പറയുക. അപ്പോൾ എല്ലാവരും കുഞ്ഞ് അവന് ഒറ്റയ്ക്ക എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അമ്മയ്ക്ക് അവിടെയൊക്കെ ഞാൻ കുഞ്ഞാണ് എല്ലായിടത്തും. എനിക്ക് തോന്നുന്നിപ്പം ആൾക്കാർ കാണുമ്പോഴും കുട്ടി എന്ന രീതിയിലാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇത് കുട്ടി വലുതായി അങ്ങനെയൊന്നുമില്ല. ഇപ്പം വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 2 പെൺമക്കളുള്ളൊരു വീടാണ്. അപ്പം ഞാൻ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് അനിയനാണ്. അപ്പം എനിക്ക് എന്താ അറിയില്ല, പണ്ട് തൊട്ട് ആൺകുട്ടിയാണെന്നൊരു ചിന്ത ചെറിയ സമയത്ത് ഈ സ്വാതന്ത്ര്യങ്ങളിലൊക്കെ കയറി പിടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞാൻ ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ എൻ്റെ അടുത്ത് പറയും, മോളെ നിനക്ക് അറിയില്ല എന്നിട്ടാണ്, പെൺകുട്ടിയാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം, വീട്ടിൽ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പോലെയാണെന്നാണ് പറയുക എന്നൊക്കെ പറയും. അപ്പം ഒരു പെൺകുട്ടികളുള്ള വീടിനാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനശ്വരയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ 2 പെൺകുട്ടികളുള്ളൊരു വീട്ടിൽ സൗന്ദര്യം കൂടുതലുണ്ടെന്നൊക്കെ? ഇല്ല അങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെൺകുട്ടി ഐശ്വര്യമാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പണ്ടേ അച്ഛനെ കയറി തിരുത്തുമായിരുന്നു. അതെന്തിനാ പെൺകുട്ടി എന്തിനാ ഐശ്വര്യമാവണേ, പെൺകുട്ടി എന്തിനാ വീടിൻ്റെ ഇങ്ങനെ ഈ ലക്ഷ്മി ഒരു ദേവി, എന്തിനാണ് പെണ്ണിനെ കൊണ്ടുപോയിട്ട് ദേവിയും ലക്ഷ്മിയൊക്കെ ആവണേ, അവർ ഇങ്ങ് നിന്നോട്ടെ എന്ന മട്ടില്ല ഞാൻ എന്തെന്ന് പറയാം. എനിക്കങ്ങനെ പെൺകുട്ടികളുള്ള വീടെങ്ങനെ ഭയങ്കര ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അവരും പറയും 2 പേരുള്ള വീട് ഭയങ്കര രസമാണെന്ന്, അവരുടെ തല്ലും പിടിയൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഇപ്പം ഞാൻ, അമ്മ, ചേച്ചി വെച്ചാൽ നമ്മളൊരു ടീം പോലെയായിരുന്നു. 3 പെൺപിള്ളേർ. അപ്പം അച്ഛൻ ലാസ്റ്റ് എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. എന്ത് ചെയ്യുമ്പോൾ വിട്ടേ സമ്മതിച്ചു കൊടുത്ത് ആ ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളിപ്പം വളരുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഇന്ന ജോലി നമ്മൾ ചെയ്യണം, നമ്മൾ പെൺകുട്ടികളാണ്, വേറെ വീട്ടിൽ കയറേണ്ടവരാണ്, അപ്പം നമ്മൾ പണിയൊക്കെ എടുക്കണം, കുക്ക് ചെയ്യണം എന്ന രീതിയിലൊന്നും ഞങ്ങളങ്ങനെ വളർത്തിയിട്ടില്ല ആരും. അച്ഛനായാലും അമ്മയായാലും ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും കുക്ക് ചെയ്യണമായാലും അച്ഛന് ഇഷ്ടമുള്ള എല്ലാം അച്ഛൻ ചെയ്യും, അമ്മയും ചെയ്യും.
അങ്ങനെ ഇന്ന ജോലി ഇന്നത് ചെയ്യണം എന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരെയും ഇനി നാളെ നീ വേറെ വീട്ടിൽ കയറി പോകാനുള്ളതാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വളർത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ബ്യൂട്ടി ഞങ്ങളുടെ ഫാമിലിയിലുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അടുത്ത വീടുകളിൽ കാണുന്നുണ്ട് അവരെ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ഉള്ള വീടാണെങ്കിൽ പെൺകുട്ടി നീ പെണ്ണല്ലേ നിനക്ക് ചെയ്തുകൂടെ എന്ന മട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങളെ രണ്ടുപേരെയും നമ്മൾ വളർത്തിയിട്ടില്ല. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങൾ ആ രീതിയിൽ ജീവിക്കണം. അല്ലാതെ വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് അവരെ കീഴിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ, നിങ്ങൾ എന്ത് ചേരുന്ന ഹെൽപ്ലെസ് ആയി നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന രീതിയിലാണ് ഞങ്ങളെ അച്ഛനും അമ്മയും വളർത്തിയേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു രസം, എനിക്കത് ഇപ്പോഴാണ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നത്. അന്നേ ഭയങ്കര അടിപൊളിയായിരുന്നല്ലേ ഇവർ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. കൂൾ പേരൻസിനെ കിട്ടിയത്. ഇനി ഈ പെൺകുട്ടികളുള്ള വീട്ടിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എൻ്റെ തന്നെ ചില അങ്കിൾമാർക്ക് അവർക്ക് 2 പെൺപിള്ളേരൊക്കെയാണ്. പാരമ്പര്യം നിന്നുപോയി, ഇതിപ്പോൾ വീടിൻ്റെ പേര് ഇതോടുകൂടി ഇല്ലാണ്ടായില്ലേ, ആൺകുട്ടി ഇല്ലാണ്ടായില്ലേ എന്നൊക്കെ ബാക്കിയുള്ളൊരു കമൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു സംഭവം എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാരമ്പര്യം ഇനിയിപ്പോൾ വീട്ടുപേര് ആർക്ക് കൊടുക്കും അങ്ങനത്തെ? ഇല്ല, അങ്ങനൊരു കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും നല്ല അടിപൊളി പിള്ളേരായിരുന്നു, ഞാനും എൻ്റെ ചേച്ചി. അപ്പം അങ്ങനെ ഒരു ഉണ്ടാവേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ചേച്ചി നന്നായിട്ട് പഠിക്കും, നല്ല അടിപൊളി കുട്ടിയായിരുന്നു, എല്ലാം ഭയങ്കര മെച്ചുവേർഡായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. ഞാൻ പഠിക്കത്തൊന്നുമില്ല, മേ ബി കുടുംബത്തിൻ്റെ പഠനം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ആവാം, മാർക്ക് തന്നെ ആവണം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പഠനം ഉണ്ടല്ലോ. ചേച്ചി നിങ്ങൾ ഭയങ്കര കൂട്ടാണല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. അനശ്വരയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് ചേച്ചിയാണെന്നുള്ളത്. ഞാൻ ചേച്ചിയാണ്, എനിക്ക് അനിയനാണ്. അപ്പം ഇവൻ ഉണ്ടായപ്പോൾ തൊട്ട് ഞാൻ വലുതും അവൻ കുഞ്ഞും. പക്ഷെ പിന്നെ വളർന്നു വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവന് ഭക്ഷണം വാരി കൊടുത്തതും അവനെ നോക്കുന്നതും സ്കൂളിൽ പോകാൻ നേരത്ത് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ അമ്മയായിരുന്നു, ഇവന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം അനശ്വരയുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഈ സിബ്ലിങ്സിൻ്റെ ഒരു ഗുണം, സങ്കടം, സന്തോഷം, അതുപോലെ പ്രണയം, വിരഹം എന്തുണ്ടെങ്കിലും ആദ്യം ഞാൻ ഇവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പം അനശ്വരയെക്കുറിച്ച് പറഞ്ഞാലും ചേച്ചി അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എത്രത്തോളം കണക്റ്റഡാണ് നിങ്ങൾ ശരിക്കും? ഇങ്ങനെയാണോ നിങ്ങളുടെ എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് കണക്ഷനാണോ? ആണ്. നമ്മൾ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. രണ്ടുപേരും എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ അമ്മ ആ ഒരു ലെവലിലായിരുന്നു. ഇപ്പം എനിക്ക് അമ്മേനേക്കാൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ലൈനൊക്കെ സെറ്റായി എന്തെങ്കിലും ഒരാൾ നൈസായിട്ടൊന്ന് ട്യൂണായി സെറ്റായി വരുമ്പോഴേക്ക് അമ്മേനോട് ചിലപ്പോൾ അമ്മ കണ്ടുപിടിച്ച് എങ്ങനെയും നൈസായിട്ട് വരും. ചേച്ചി കണ്ടുപിടിച്ചാൽ പറ്റില്ല. ചേച്ചി കണ്ടുപിടിച്ചാൽ പിന്നെ വൈകുന്നേരം കൂട്ടാൻ വരും, നമ്മുടെ അങ്ങനെ എന്നെ കൂട്ടാൻ വരും. അപ്പം അവളും ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവൾക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെ ഉടായ്പാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് പരിപാടി. പിന്നെ എന്നെ നന്നായിട്ട് അറിയാം, അപ്പം എൻ്റെ ഉടായ്പകളൊക്കെ അവൾക്ക് അറിയാം. അപ്പം ഈ അമ്മേനേക്കാളും സ്ട്രിക്റ്റ് ആയിരുന്നു ചേച്ചി പണ്ട്. ഞാൻ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ അങ്ങനെ കൺമേഷന്മാരായില്ല, അതൊന്നും ഇടണ്ട, സ്കൂളിലേക്കല്ലേ നല്ല ഐശ്വര്യത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് സെൻറ്ററിൽ പാർട്ടീഷനൊക്കെ എടുത്തിട്ട് നല്ല വൃത്തി മടഞ്ഞിട്ട് അങ്ങനെ വിടുള്ളൂ. സൈഡ് പാർട്ടീഷനൊന്നും തന്നെ അങ്ങനെ എടുക്കാൻ വിടില്ല. അപ്പം ഞാനും അവൾ പറയുന്നതാണ് വേദവാക്യം എനിക്ക്. അപ്പോൾ ഓക്കെ അങ്ങനെയാണല്ലോ ഭംഗി എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ എടുത്തിട്ട് പോകും. പക്ഷെ പിന്നെയാണ് ഇപ്പോഴാണ് റീസെൻ്റ്ലി ഒരു 2-3 വർഷം, ഒരു 4 വർഷം ആയിട്ടാണ് നമ്മൾ ഇത്രയും ജസ്റ്റ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഭയങ്കര ഫ്രണ്ട്സായ നമ്മൾ, ഭയങ്കര കൂട്ടായത്. ഇപ്പം എല്ലാം തുറന്നു പറയാം, ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന എൻ്റെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവളുടെ ഒരു പേഴ്സൺ ഞാനും ആയത്. പണ്ടൊരു സിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ആയിരുന്നു നമ്മളെ ഇടയിൽ. അതൊക്കെ മാറി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഉടായ്പ കാണിച്ച് നൈസായിട്ടൊന്ന് ഊരണമെങ്കിൽ പുറത്തെവിടെയും പോകണ്ട, എനിക്ക് അവൾ തന്നെ നൈസായിട്ട് അമ്മയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞതങ്ങ് സെറ്റാക്കി തരും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയത്. ഈ ചേച്ചി ഭയങ്കര ക്ലോസാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സിബ്ലിങ്സ് വരുമ്പോഴത്തെ ഒരു കാര്യമാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പാർട്ട്ണർ ഇൻ ക്രൈം ഇവരായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതായത് ഇവരില്ലാത്തൊരു സമയം, ഇവരില്ലാത്തൊരു നമ്മൾ നോക്കുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇവളില്ലാണ്ട് ഇവൾ മാറിയിട്ട് ഞാൻ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ചേച്ചി എന്ന് പറയുന്ന ഫാക്ടറിനെ ജീവിതത്തിൽ ഇത് മാറ്റി നിർത്തിയാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അത്? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താദ്യം വന്നാലും ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ചിട്ട് ഞാൻ ഫോട്ടോ അയച്ചിട്ട് ഇത് ഓക്കെയാണോ എന്നാണ് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നൊരു അവളാണ്. ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആണ് ഞാൻ അവളിൽ എല്ലാ കാര്യത്തിലും. അപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു ഫാക്ട് ഇല്ലാതായി എനിക്ക് ബുദ്ധിമുട്ടാണ്. അവൾ പണ്ടേ പഠിക്കാൻ പോകുന്ന സമയത്ത്, നമ്മൾ മാറി നിന്ന സമയത്ത് അവൾ ബാങ്ക് കോച്ചിങ്ങിന് പോകുമ്പോൾ
ഞാൻ നയൻത്തിൽ ടെൻത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു ആളില്ലാത്ത ആൾ എല്ലായിടത്തും ഭയങ്കര ലെറ്ററൊക്കെ എഴുതിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിങ്ങിൻ്റെ നമ്മളെ വാർഡ്രോബിൻ്റെ അവിടെ, ഷെൽഫിൻ്റെ അവിടെ കത്തൊക്കെ എഴുതി വെച്ചിട്ട് എല്ലാ സ്ഥലത്തും എനിക്ക് വേണ്ടി കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയി. ഞാൻ തിരിച്ച് ഫ്ലാറ്റിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് കരച്ചിലായിരുന്നു. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഡേയ്സൊന്നും. ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ മേ ബി അതേപോലെ ഒരുമിച്ചല്ല നമ്മളിപ്പോൾ മിക്കപ്പോഴും ഞാൻ ഷൂട്ടിലായിരിക്കും അല്ലെങ്കിൽ അവളുടെ വർക്കിലായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന വളരെ കുറച്ച് ദിവസങ്ങളാണ്. പക്ഷേ സ്റ്റിൽ ഒരു സിറ്റുവേഷൻ വന്നാലും ഇപ്പം എന്തിടുമ്പോൾ, ഒരു ഡ്രസ്സ് ഇടുമ്പോൾ, ഒരു അക്സസറി ഇടുമ്പോൾ, ഹെയർ സ്റ്റൈലൊക്കെ എന്താണെങ്കിലും ഞാൻ ഫസ്റ്റ് ഇതൊക്കെ അല്ലേ, ഇതൊക്കെയാണ്. അപ്പോൾ അവൾ അത് വേണ്ട മാറ്റിക്കുമെന്ന് പറയുന്ന കോൺഫിഡൻറ്റ് ഞാൻ അപ്പോഴത്ത് മാറ്റും. അത്രയും ഞാൻ ഡിപ്പെൻഡഡ് ആണ് അവളിൽ. എനിക്ക് അവളില്ലാതെ ഒരു ഡേ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഐ മീൻ സിബ്ലിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് കൂടുതൽ അടുപ്പമുണ്ടെന്ന്. ആങ്ങളെ പെങ്ങളിനേക്കാളും പെൺപിള്ളേർ കുറച്ചും കൂടെ ക്ലോസ് ആണ്. എൻ്റെ അമ്മയ്ക്ക് അനിയത്തിയുണ്ട്. അമ്മ പറയാറുണ്ട് എൻ്റെ ആങ്ങളായിട്ടുള്ളതല്ല അനിയത്തിയായിട്ടുള്ളതാണ് എൻ്റെ ഒരു ക്ലോസർ ബന്ധം. ഇനി വീട്ടിൽ വരുമ്പോൾ അമ്മ 2 മക്കള്, അച്ഛനൊരു സ്ഥലത്ത്, അവരുടെ ഇടയിൽ വേർപ്പൊഴുക്കി നിൽക്കേണ്ടി വരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്തുന്ന ഒരാളാണോ അച്ഛൻ, അതോ അച്ഛന് വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്തുന്ന മക്കളാണോ നിങ്ങൾ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി? എങ്ങനെയാണ്? പാവം ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ. അച്ഛൻ അതിനകത്ത് യൂസ്ഡായി. പണ്ടേ അച്ഛൻ യൂസ്ഡായി. നമ്മൾ 3 ആളുടെ ഇടയിൽ, 3 പെൺകുട്ടികളുടെ ഇടയിൽ അച്ഛൻ ട്രാപ്പായി. ശരിക്കും അതാണ് അവസ്ഥ. അച്ഛന് പണ്ടും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മുതൽ അച്ഛന് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് അറിയാം അച്ഛന്. ഞാൻ പോലും മറന്നു ആ ഡേറ്റ്. അപ്പം അച്ഛൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും. എനിക്ക് ഭയങ്കര ക്രാംസ് വരുന്നതാണ്. അപ്പം അച്ഛനറിയാം. അച്ഛൻ വന്ന് ഓർമ്മിപ്പിക്കും എനിക്ക് വേണ്ടി ഇപ്പം എനിക്ക് പെയിൻ ക്രാംസ് വരുമ്പോൾ അച്ഛൻ ഓടിപ്പോയി അടുത്ത കടയിൽ പോയിട്ട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ അവിടെ ടേക്ക് കെയർ ചെയ്ത് നോക്കും. അപ്പം എല്ലാം അറിയാം അച്ഛന് ആ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഫുഡ് കഴിച്ച് പാത്രം കഴുകാനൊക്കെ ആണെങ്കിൽ അച്ഛൻ അവിടെ വെച്ച് ഞാൻ ചോദിക്കും എന്താ പാത്രം കഴുകാത്ത എന്താ ഞാൻ ചോദിക്കും. പക്ഷെ ഞാൻ കഴിച്ചിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അത് ഞാൻ അങ്ങനത്തെ കുറേ അശോകന് ക്ഷീണമാവാം. അതെ, അശോകന് ക്ഷീണമാവാം. ഞാൻ ചെയ്യും, പക്ഷെ അച്ഛൻ ചെയ്യരുത്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഭയങ്കര കാര്യമായിട്ട് അപ്പം ഇന്ന ഉടുപ്പിടണം നിങ്ങൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വീട്ടിൽ മാത്രമല്ല, നമ്മളൊക്കെ അതിനകത്ത് സെറ്റിൽഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു നാട്ടിൻപുറത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഡ്രസ്സ് വന്നിട്ട് പുറത്തു പോകാൻ പറ്റില്ല. ഒന്ന് ആൾക്കാർ നോക്കും, നമ്മളിത് ഏത് അന്യഗ്രഹ ജീവി എന്നുള്ള മട്ടിൽ നമ്മൾ നോക്കും. 1, 2 ഭയങ്കര സംസാരമാവും. അപ്പം നമ്മളതൊന്നും ആ സമയത്ത് അതൊന്നും എന്തിനാ വെറുതെ ഒരു ഓഡ് വൺ ഔട്ട് ആവുന്നേ. ആ ഒരു സൊസൈറ്റിയിലെ ഒരാൾ നമ്മളതിനകത്ത് ഫിറ്റ് ചെയ്യുക, അതിനകത്ത് നമ്മൾ ഓഡ് വൺ ആയിട്ട് നിൽക്കേണ്ട എന്നുള്ള മട്ടിൽ നമ്മൾ അതിനകത്ത് ഫോഴ്സ്ഡ് ആണ്. ആ സമയത്തേക്ക് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസും പരിപാടിയും, ഈ പുറത്തു പോകുന്നതിനായാലും നമുക്ക് ഡ്രസ്സ് ഇടുന്നതിനായാലും എല്ലാം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതിൽ നിന്നാണ്. പക്ഷെ അനശ്വര ഭയങ്കര ബോൾഡാണ്. ലൈക്ക് അതിനുശേഷം ഞാൻ ഐ തിങ്ക് ഒരു ജിമ്മിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള ഒരു ജിം വെയർ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സിലൊക്കെ അനശ്വര ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് ഐ ലൈക്ക് യു ബിക്കോസ് ഓഫ് ദി കോൺഫിഡൻസ്. അവിടെ നിന്നത് അങ്ങനെയാണ്. ഞാൻ ശരിക്കും അനശ്വരയെ നടിയേക്കാൾ ഉപരി ആസ് എ പേഴ്സൺ ആണ്. അതുപോലെ ഓൺലൈനിലായിട്ട് ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും ഉരുളക്കുപ്പേരും മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്ന ആളായിട്ടാണ്. അങ്ങനെയാണ് അനശ്വര എന്ന് പറയുന്ന ആൾ എൻ്റെ മനസ്സിലേക്ക് കയറിയത്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ബോൾഡ് ക്യാരക്ടർ വെച്ചിട്ടാണ് ഈ സ്ക്രീനിലേക്ക് വരികയാണെങ്കിലും കാണുന്നത്. പക്ഷേ ഈ വരലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കരുവല്ലൂരിലുള്ള ഒരു KCB ഉദ്യോഗസ്ഥൻ രാജൻ, അദ്ദേഹത്തിൻ്റെ ഉഷ എന്ന് പറയുന്ന അംഗൻവാടി ടീച്ചറിൻ്റെയും മകളായിട്ടുള്ള അനശ്വര ശരിക്കും പറഞ്ഞ പോലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് ഇങ്ങോട്ട് വരണേ. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റിംഗ് കോളും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഓടി എത്തിച്ചെല്ലണമെങ്കിൽ പോലും മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് ഈ ഷൂട്ടിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണേ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉള്ളൊരു ഫീൽഡാണ്. എത്ര പാഷനറ്റാന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് അവർ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ ഈ സ്വപ്നമുള്ള മോഹമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഓഡീഷൻ ഉണ്ടായ സമയത്ത് ഞാൻ മോണാക്റ്റും തെരുവ് നാടകങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഞാൻ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് പഠിക്കാൻ ഇതേപോലെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പരിപാടിക്കൊക്കെ ഞാൻ പോയി, സ്പോർട്സ് പരിപാടി ഇതിനൊക്കെ ഞാൻ പോയി ചേരും. അപ്പോൾ എൻ്റെ മോഡൽ എക്സാമിൻ്റെ 8th മോഡൽ എക്സാമിൻ്റെ സമയത്താണ് ഈ ഓഡീഷൻ കോൾ വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര ആ സമയത്തൊന്നും ഭയങ്കര സിനിമാ നടി ആവണം എന്നൊരു പാഷനേറ്റ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഒന്നും എൻ്റെ മനസ്സിലൊന്നും ഇല്ല. ഞാനൊരു ഫ്ലോയിൽ ആ ഓളത്തിലങ്ങ് പോകുന്ന ഒരാളാണ്.
ഓഡീഷൻ വന്ന സമയത്ത് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞു അനു അഭിനയിക്കുകയല്ലേ, അപ്പം ഒന്ന് അയച്ചു കൊടുക്ക് എന്ന രീതിയിൽ പറഞ്ഞു. ഓക്കെ, അയച്ചു കൊടുക്കാം, വലിയ മട്ടിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഓഡീഷന് വിളിക്കുന്നു. ഓഡീഷൻ വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് സ്റ്റക്കായി. സിനിമ, ഓഡീഷൻ, സിനിമയിലൊന്നും അഭിനയിക്കരുത്, അയ്യോ അതൊക്കെ ഭയങ്കര സിനിമ, അതൊന്നും സെറ്റാവില്ല, അതൊന്നും ശരിയല്ല, ആ ഫീൽഡൊന്നും അത്ര ശരിയല്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ മൊത്തം ഫാമിലി. ഇല്ല, സിനിമയിലൊന്നും ശരിയാവില്ല എന്ന രീതിയിൽ നമ്മളൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് കൊച്ചിയിലാണ് ഓഡീഷൻ. അവിടുന്ന് കൊച്ചിയിൽ വന്നങ്ങനെ ചെയ്യണമെങ്കിൽ അച്ഛൻ അങ്ങനെ ലീവ് കിട്ടില്ല. അച്ഛൻ ലീവ് എടുത്തിട്ട് വരണം, അമ്മയ്ക്ക് ലീവ് എടുക്കണം. അപ്പം ഈ ട്രെയിൻ കയറി നമ്മളിവിടെ വന്ന്, ഇവിടെ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടനുണ്ട്, ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകണം. കുറച്ച് ഒരു ഉള്ള പരിപാടി നമുക്ക് അന്ന്. ആ സമയത്ത് അങ്ങനെ ആരും അതൊന്നും എടുക്കില്ല. അച്ഛന് ലീവ് എടുക്കാൻ പറ്റില്ല, എന്തിനാണത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ വേണ്ട, സിനിമയിലൊന്നും ഞങ്ങൾ വേണ്ട, ചെയ്യണ്ട, നമ്മൾ തീരുമാനിച്ചു ആരും ചെയ്യണ്ട. അപ്പോൾ എനിക്ക് ആ മട്ടിലായിരുന്നു ഞാൻ. പക്ഷേ പോയാൽ കൊള്ളായിരുന്നു അത്. പക്ഷേ സിനിമയിൽ അഭിനയിക്കണം എന്നല്ല, പിന്നെ രസമല്ല ഇതൊക്കെ പോയി ട്രൈ ചെയ്യാൻ എന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ശരി വേണ്ട എന്നുള്ള മട്ടിൽ ഞാനും ഇരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു വന്നിട്ട് അത് ചെല്ല്, ചേച്ചി പറഞ്ഞു അത് ചെല്ല്, എന്തായാലും അവളെ വിളിച്ചതല്ലേ, നന്നായിരിക്കും പോയാൽ, അവൾക്ക് അറിയാലോ, ഒന്ന് പോയി നോക്ക്, ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി. അപ്പം ചേച്ചി പറയുന്നത് വീട്ടിലെല്ലാവരും കേൾക്കും. അപ്പം അമ്മയും പറഞ്ഞു അച്ഛൻ വന്നാൽ ശരി പോവാം. അച്ഛൻ അന്ന് രാത്രി വിളിച്ച് ലീവ് എടുത്തു, അമ്മയും വിളിച്ച് ലീവ് എടുത്തു. പിറ്റേന്ന് ദിവസം നമ്മൾ 3 പേരും കൂടിയിട്ട് കൊച്ചിയിൽ ഓഡീഷന് പോയി. രാവിലെ ഓഡീഷൻ സെൻറ്ററും പോയി ഓഡീഷൻ ചെയ്തു, തിരിച്ചു വന്നു. ഓഡീഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഭയങ്കര വേറൊരു രീതിയിൽ നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം ഞങ്ങൾ വീട്ടിലപ്പോൾ ഫോണില്ല, അമ്മ വർക്കിന് പോയിക്കാം. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അനു അവർ വിളിക്കുന്നുണ്ട്, ഞാൻ അവിടുത്തെ ഒരു അച്ചേച്ചിയുടെ ഒരു കുഞ്ഞു ഫോണുണ്ട്, ഞാൻ അതിൻ്റെ നമ്പർ കൊടുക്കാം, നീ ഒന്ന് പെട്ടെന്ന് വിളിക്കട്ടോ എന്ന് പറഞ്ഞു. അവർ വിളിച്ചു, ആ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു സെലക്ട് ആയിട്ടോ, ഓഡീഷന് സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അതെന്ത് പറ്റി സന്തോഷമില്ലാത്ത? ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര നമ്പ് ഫീൽ ചെയ്തു, സന്തോഷമുണ്ട്, അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണെങ്കിൽ ഇപ്പം ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അപ്പം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നമുക്ക് ഒരാളോടും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സ്കൂളിലും ചോദിച്ചു, ഞാൻ ഒരാഴ്ച ഞാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ടിന് പോണത്. തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു മഞ്ജു വാര്യരുടെ പടത്തിൽ അനശ്വര അഭിനയിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, എല്ലായിടത്തും അറിഞ്ഞു. അപ്പം മുതൽ നമുക്കൊരു ഒരു പേടി ശരിക്കും നാട്ടിലാണ്. പിന്നെ ഒരു ടോക്ക് വരും, മേ ബി സിനിമ അത്ര ഇതല്ല എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ നമ്മൾ എല്ലായിടത്തും അതിനുള്ള ആ ഒരു പേടി നമുക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല ശരിക്കും സിനിമ എന്നുള്ളത്. ഞാൻ എൻ്റെ സെറ്റ് ആ ലൈഫൊക്കെ ഞാൻ സ്കൂളിലുള്ളതിനേക്കാളും ഞാൻ അവിടെ പോയി എൻജോയ് ചെയ്തു കുറേ. എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരണ്ട, സ്കൂൾ തുറന്നു നോക്കണ്ടല്ലോ. അതെ 9ാം ക്ലാസ്സിൽ സ്കൂൾ തുറന്നു, എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരണ്ട. അവിടെ ഞാൻ ചില്ല് ചെയ്യുകയാണ്, 2 മാസം ചില്ല് ചെയ്യുന്നു. സ്കൂളിൽ നിന്നപ്പോൾ ഞാൻ ബോറടി, ശനി ഇവിടെ തിരിച്ചു വന്നു എന്നുള്ള മട്ടിലായിരുന്നു. എനിക്ക് മേ ബി രേഖയിൽ ഭയങ്കര കണക്റ്റ് ആയതും ഒരു പോയിന്റ് അതാണ്. എവിടെയോ ഉള്ള ഒരു രേഖ സിനിമയിൽ അഭിനയിക്കണം. പക്ഷെ ഞാൻ അത്രയും പാഷനേറ്റോ ഭയങ്കര ആഗ്രഹം കൊണ്ട് വന്ന ആളായിരുന്നില്ല, യാദൃശികമായി എത്തിയ ഒരാളാണ്. പക്ഷെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരാളാണ് എവിടെ നിന്നോ. അപ്പം കഴിഞ്ഞ ദിവസം രേഖാചിത്രം കണ്ടിട്ട് തന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, മേ ബി നമുക്ക് അനുവിനെ അറിയുന്നതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഒരു നാട്ടിൽ നിന്ന് അവിടെ എത്തി ഇപ്പം ഇത്രയും ഒരു പോസ്റ്ററിലും ഇങ്ങനൊരു വലിയ സിനിമയിലൊക്കെ അനുവിനെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അന്ന് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എടുത്തൊരു റിസ്ക് പോവാം എന്നുള്ളൊരു എഫേർട്ടിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശരിക്കും വിചാരിച്ചേ ചെറുപ്പം തൊട്ട് മോണോ ആക്ട് അതെന്നൊക്കെ പറയുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതായത് ജൂലൈയിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കൊരു ജനുവരി വരെ കയറണ്ട അല്ലേ? അതാണ് ലക്ഷ്യം. സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം. സ്പോർട്സും ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാത്തൊരു മേഖലയില്ല, എല്ലാത്തിനും ഞാൻ ഓടിച്ചാടി പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം സ്പോർട്സിന് പോയാൽ ലാസ്റ്റ് പീരീഡ് കയറണ്ട, നമുക്ക് പ്രാക്ടീസിന് പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പോർട്സിന് ഞാനത് മിസ്സാക്കി, ലാസ്റ്റ് പീരീഡ് കയറേണ്ട വന്നു. ബാക്കിയുള്ളായിരുന്നു മോളേത്, ഞാൻ പോട്ടെ ഇനിയിപ്പോൾ പുറത്ത് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ഈ ചെറിയ പ്രായത്തിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫെയിം വരികയാണ്. ഇപ്പോൾ പറയില്ലേ ഭ്രാന്തിനും ഭയങ്കര സന്തോഷത്തിനിടയിൽ ഒരു തിൻ ലൈനാന്ന് പറയുന്ന പോലെയാണ് ഈ ഫെയിമിൽ നമ്മൾ മുങ്ങിപ്പോവാതിരിക്കുകയും അത് മാനേജ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആകാശത്തായിരുന്നു. ഭയങ്കര ഒരു വേറൊരു വേൾഡിലാണ് ഞാൻ സിനിമാ നടിയാണ് എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു മോഡിൽ ഒരു സോണിലായിരുന്നു ഞാൻ. അപ്പം
സ്കൂളിലെത്തി ഞാൻ ഒരു മാസത്തോളം ഞാൻ ലേറ്റായി സ്കൂളിലെത്തുന്ന സമയത്ത്. അപ്പം ഞാൻ ആ ഒരു മോഡിൽ ഭയങ്കര ഞാനിപ്പോൾ സിനിമാ നടിയാണെന്നുള്ള മട്ടിൽ ഞാനും അച്ഛനും അമ്മയും പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ട് അത് ലേറ്റ് ആയല്ലോ എന്ന് പറയാൻ വേണ്ടി കയറുമ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ സിസ്റ്ററിനെ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് എന്നോട് ആദ്യമായിട്ട് പോയി. സെൽഫി അല്ല അല്ല എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് എന്നോട് പ്രിൻസിപ്പൾ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ലേറ്റ് ആയതിൻ്റെയാണ് അഫ്കോഴ്സ്. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ കയറി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സിനിമ എങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് വന്നിട്ട് ഇതാ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ കുറേ നാളിന് ശേഷം കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ സംസാരിക്കാൻ. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഇത് ചോദിക്കും, ടീച്ചേഴ്സൊക്കെ ചോദിക്കും. അറ്റ് ദ സെയിം ടൈം സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ ഈ ഫെയിം, ഈ ഒരു അറ്റൻഷൻ, അതൊക്കെ എനിക്കങ്ങനെ ഭയങ്കര അറ്റൻഷനൊന്നും കിട്ടിയിട്ടുള്ള ഒരാളല്ല ഞാൻ ചെയ്യുന്നതിലൊന്നും ഞാൻ ഭയങ്കര ബെസ്റ്റ് ആയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ മോണാക്റ്റും ഈ സ്പോർട്സൊക്കെ ചെയ്യുന്നത് ഞാൻ അതിനൊന്നും ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ അതിനൊരു അപ്രിസിയേഷനോ ഒന്നും ഞാൻ ചെയ്യുന്നതിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സാധനത്തിന് ഞാൻ ചെയ്തതിനൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, ആൾക്കാരത് കാണുമ്പോൾ, ആൾക്കാരതിന് കൈയടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫെയിമും പരിപാടിയൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കൂടിയാണ് ഞാൻ അതിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിലെത്തിക്കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞ ടീച്ചേഴ്സ് പറയും, ഓ എന്തായാലും നിൻ്റെ ലൈഫ് ഇനി സെറ്റിലായല്ലോ, ഇനി നിനക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതേപോലെ ടീച്ചേഴ്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയി പറയാം, അനുശ്വരയുടെ കൂടെ കറങ്ങണ്ടെന്ന് പറയണം കേട്ടോ, പിന്നെ അവളുടെ ലൈഫ് സെറ്റിൽഡാണ്, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് നോക്കാം. കാരണം എനിക്ക് ആറ്റുനോറ്റാണ് എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുന്നത്. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ അടുത്ത് പോയി പറയാം. എന്ത് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര ഇതാക്കിയിട്ട് കാണാം, അനുശ്വര ഓ നീ ഭയങ്കര സംഭവമാണെന്നുള്ള വിചാരമാണല്ലോ, ആ മട്ടിക്കാണ്. പിന്നെ ഞാൻ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ പണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ കല്യാണത്തിന് ഭയങ്കര കുറച്ചായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഒരു സിനിമ റിലീസായിട്ട് ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ റിലേറ്റീവാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ എല്ലാവരെയും വിളിക്കായിരുന്നു, എല്ലാവരും ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനില്ല, എൻ്റെ അമ്മയൊക്കെ പുറത്താണ്, ഞാനില്ല പറഞ്ഞാൽ ഇതിലേ കൂടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അമ്മയുടെ അടുത്ത് ഞാൻ പോയി. അപ്പം പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു FBയിൽ ഒരു വലിയ റൈറ്റപ്പാണ്. എനിക്ക് എല്ലാവരും അയച്ചു തരുവാണ് അമ്മയ്ക്കൊക്കെ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നായികയെ കണ്ടു, പിന്നെ കല്യാണത്തിന് വന്നിട്ട്, പിന്നെ താരജാടയിലുള്ള അഹങ്കാരം. അതായത് എനിക്കപ്പോൾ 15 വയസ്സാണ്. താരജാടയിൽ മുങ്ങി നിൽക്കുന്ന അവരുടെ ഇത് കാണണമായിരുന്നു. ഇതൊക്കെ കുത്തി നിറച്ചത് എന്നിട്ട് സ്വപ്നലോകം, ഈ വിഷമൊക്കെ ആ കുട്ടിയിൽ കുത്തി നിറച്ച് സ്വപ്നലോകത്തുള്ള അച്ഛനമ്മമാരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റൈറ്റപ്പ്. ഇയാൾക്ക് വയ്യ അതിൽ പോണെ. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടിട്ട് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ ഞാൻ കാണുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. പക്ഷെ എനിക്കിത് വേണ്ട, എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഞാൻ ഭയങ്കര കാഷ്വലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർ ഭയങ്കര പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എന്നെ ഭയങ്കര ഒറ്റപ്പെടുത്തുന്നത്. ഞാൻ കുറേ സമയം ക്ലാസ്സിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എനിക്കിത് എടുക്കാൻ പറ്റാഞ്ഞിട്ട്. എന്നെ ഭയങ്കര മെൻ്റലി എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റാതെ ഞാനത് ക്ലാസ്സിലിരുന്ന് കരഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയം, ഞാൻ സ്കൂൾ മാറുകയാണെന്ന് പറഞ്ഞ സമയം, ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും പോകുമ്പോഴേക്കും എവിടുന്നെങ്കിലും, കാരണം എനിക്ക് ആ സമയത്തൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ മടുത്ത് കഴിഞ്ഞ് ഞാൻ സെൽഫിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ അഹങ്കാരം, ഒരു സെൽഫിക്ക് വെച്ച് ആ മോഡിലായി എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ്, മറ്റേ സൈഡ് അറിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം അത് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനകത്ത് യൂസ്ഡായി. ഇത് ഈ ഒരു കാര്യത്തിന് അതിന് 2 സൈഡുണ്ട്, പോസിറ്റീവും നെഗറ്റീവ് സൈഡുണ്ട്. രണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യണം എന്നൊരു തിരിച്ചറിവ് ഒരു പോയിന്റിൽ ഞാൻ എത്തി. വളരെ നേരത്തെ തുടങ്ങിയ നന്നായി. അതെ തുടങ്ങിയപ്പോഴേ എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയോണ്ട് ഞാൻ അതിനകത്ത് യൂസ്ഡായി. ഈ ടീനേജ് സമയത്താണ് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുന്നൊരു സമയമാണ്. ശരിക്കും ചേച്ചി എന്ന് പറയുന്ന ഒരു സുഹൃത്തിൽ നിന്നും പുതിയ സുഹൃത്തുക്കൾ വരുന്നൊരു ടൈമാണ്. ആ സമയത്ത് ആ സിനിമ അങ്ങ് വർക്കായി. അനശ്വര തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ അഭിനയിച്ച് എല്ലാവരും രക്ഷപ്പെട്ടു പോയത്. ഇപ്പം മാത്യു ആണെങ്കിൽ ലിയോയിൽ വിജയ് സാറിൻ്റെ കൂടെ ചെയ്യാണ്. ഇപ്പോൾ പ്രേമലു അവിടെ മമിതയും നസ്ലിനും കൂടി അവർ അവിടെ ഭയങ്കര ഒരു നല്ല ഇതായി മാറി. അങ്ങനെ ട്രെൻഡിങ്ങായി എല്ലാവരും മുന്നോട്ട് പോയൊരു സമയമാണ്. എൻ്റെ അറിവിൽ നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ പലപ്പോഴും ഞാൻ കാണാറുള്ളത് കമ്പാരിസൺസ് ആണ്. അപ്പം ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത് ഈ പ്രേമലു ഇറങ്ങിയ സമയത്താണ്
ഒരു മീഡിയയിൽ ഒരാൾ ഇപ്പം അനശ്വരയും മമിതയും തമ്മിലേ ഇതിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേ തെറ്റിയിരിക്കുകയാണ് അവർ. എന്താ അവർ തെറ്റിയ അത് അവരുടെ ആ ഫെയിം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരു സിനിമ മമിതയ്ക്ക് നന്നായി വരുമ്പോൾ അനശ്വരയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ശരിക്കും ചിരിയാ വന്നത് അത് കേട്ട് കഴിയുമ്പോൾ. എന്നിട്ട് പിന്നീടുള്ള നമ്മൾ ഓൺലൈൻ ചില ഇതിൽ കാണുന്നത് നിങ്ങൾ തമ്മിൽ നേരിട്ട് വരുന്നൊരു സമയത്ത് അവർ കെട്ടിപ്പിടിക്കുമോ, നമ്മളിതെല്ലാം ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ കാണുകയാണല്ലോ. ശരിക്കും ഒരുപാട് അനാവശ്യമായ കമ്പാരിസൺസ് വന്നിട്ടുണ്ടെന്നൊരു തോന്നലില്ലേ, വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഇടയിലൊരു കമ്പാരിസൺ വരേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയിൽ നമ്മുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷനോ ഒന്നുമില്ല. ഇറ്റ്സ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. അത് എല്ലാവരുടെ ഇടയിലും അതുണ്ട്. അല്ലാതെ എനിക്കത് അതിനേക്കാൾ നന്നാവണം അങ്ങനൊരു സാധനം ആരുടെ ഇടയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മാത്യു നസ്ലിനായാലും അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാനും മമിതയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഇടയിലൊരു കമ്പാരിസണോ ഇത് ആരാണ് ബെസ്റ്റെന്നോ ആരാണ് ബെറ്ററെന്നോ എന്നുള്ളൊരു കോമ്പറ്റീഷനോ ഒരു മത്സരത്തിനോ അല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് ബെസ്റ്റ് ആവണം, ഒരു ബെറ്റർ ആവണം. ബെസ്റ്റ് ആവണം എന്നുള്ളതിനേക്കാളും ബെറ്റർ ആവണം. അത് നല്ല രീതിയിൽ ചെയ്യണം. എനിക്ക് കിട്ടിയ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യണം. എല്ലാവരും അവരുടേതായ രീതിയിൽ യുണീക്കാണ്. അവരുടേതായ രീതിയിൽ അവരത് യുണീക്ക് ആക്കുന്നുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും. അത് അങ്ങനെയൊന്നും അങ്ങ് പോട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു കമ്പാരിസണോ ഒരു ആരാണ് ബെറ്റർ എന്നറിയാനുള്ള ഒരു പോളോ ഒന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾ സംസാരിക്കണേ? ഉണ്ട് ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലേ? ഈ സാധനങ്ങളൊക്കെയാണോ ഷെയർ ചെയ്യണത്? പുതിയത് വന്നിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള. നമുക്ക് ശരണ്യ ടീമിൽ 4 പേരുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അന്നേ ഉള്ളത്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അബൌട്ട് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഫോർ അനശ്വര? ഫ്രണ്ട്ഷിപ്പ് ഈ പറഞ്ഞ ഭയങ്കര കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഭയങ്കര ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ പണ്ട് സ്കൂൾ മുതലുള്ള 2 പേരും അങ്ങനെ 2-3 ആൾക്കാർ അത്രേ ഉള്ളൂ. കയ്യിലെണ്ണം അത്രേ ഉള്ളൂ. ഇൻക്ലൂഡിങ് എൻ്റെ ചേച്ചി ഒരു 5 പേര് എൻ്റെ ഗ്രൂപ്പായിട്ട് മൊത്തം സർക്കിളായിട്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ ഏതൊരു സിറ്റുവേഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു മോശ സമയത്ത് ഞാൻ ഒരു കോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ക്ലാപ്ഡ് ഹാർഡർ ഫോർ മീ ദാറ്റ് ഐ കുഡൻറ്റ് ഹിയർ ദാറ്റ് വേറെ ആൾ ക്ലാപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്. എനിക്ക് വേണ്ടി അത്രയും എൻ്റെ ചേച്ചിയും എൻ്റെ ആൾക്കാരും എനിക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് വേറെ ആരൊക്കെ ക്ലാപ്പ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കേട്ടിട്ടില്ല. അങ്ങനെ എന്നെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് എനിക്ക്. അതേപോലെ ഞാൻ തിരിച്ചു അങ്ങനെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ നല്ലതെന്തെങ്കിലും ഇപ്പം ചേച്ചീനെ പറ്റി എൻ്റെ ചേച്ചി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് റീൽസിലൊക്കെ വരുമല്ലോ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടിരുന്ന് കളിയാക്കുക. അതായത് എന്നെ ഒരു ഡില്യൂഷൻ വേൾഡിൽ നിർത്തുന്ന എൻ്റെ ആൾക്കാർ കളിയാക്കും. ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കളിയാക്കുന്ന ഒരു ഗ്രൂപ്പാണ് എനിക്കുള്ളത്. എന്നെ അങ്ങനെ ഒരിക്കലും എന്നെ ഒരു ഡില്യൂഷണൽ വേൾഡിൽ നിർത്തുന്ന ആൾക്കാരല്ല. അതായത് ഇല്ല നീ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ്, നീ ചെയ്യുന്നതൊക്കെ നല്ലത് എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ നിർത്തുന്ന ആൾക്കാരല്ല. എനിക്ക് എപ്പോഴും റിയാലിറ്റി ചെക്ക് തരുന്ന ഇങ്ങനെയാണ് കാര്യങ്ങൾ അത് നോക്കി ചെയ്യണം എന്നെനിക്ക് റിയാലിറ്റി ചെക്ക് തരുന്ന കൂടിയുള്ള ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും ചേർത്ത് നിർത്തുന്ന എൻ്റെ ആൾക്കാരാണ്. ഒരിക്കലും ലൂസ് ചെയ്യേണ്ട. അവർക്ക് വേണ്ടി ഞാൻ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കാറുണ്ട്. ബട്ട് അതിലും കൂടുതൽ എനിക്ക് എന്നെ എങ്ങനെ നിർത്താനും അവരങ്ങനെ എഫേർട്ട് എടുക്കാറുണ്ട്. ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വളരെ എക്സ്പ്രസീവാണ്. നമ്മൾ കൈപിടിച്ച് നടക്കുക. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഒട്ടിയാണ് നടക്കുന്നത്. മാഗ്നറ്റ് പോലെയാണ് വീട്ടിൽ പറയാൻ. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും അതെ കേട്ടോ, അന്ന് ഒട്ടിയതാണ്. കണ്ടപ്പോൾ ഒട്ടിയിട്ട് പിന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നത്. പക്ഷെ ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അവരുടെ അടുത്ത് നമ്മൾ ഒട്ടിയൊന്നും നടക്കുന്നില്ല. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ശരിക്കും അതിൽ നിന്നും മെയിൽ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അനശ്വരയ്ക്ക് അത് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. ബിക്കോസ് 2 ടൈപ്പ് ഫ്രണ്ട്സും ഇല്ലേ? ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൽ ഫ്രണ്ട്ഷിപ്പ് തമ്മിൽ എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ വ്യത്യാസം തോന്നാറുണ്ടോ? എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് കുറച്ചും കൂടി വൾണറബിൾ ആവാം. നമ്മൾക്ക് എന്ത് കാര്യം തുറന്നു പറയുമ്പോഴാണെങ്കിലും ഏതൊരു ഇമോഷണലി വരുന്നൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് വൾണറബിൾ ആവാം. ബോയ്സിൻ്റെ അടുത്ത് ദേ ആർ മെൻ ടു ബി. അവരെ ടീച്ച് ചെയ്ത് അങ്ങനെയാണ്. ദേ തോട്ട് ദാറ്റ് അവർ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, കരയരുത്, നിങ്ങൾ വൾണറബിൾ ആവരുത് എന്ന് എല്ലാ ആണുങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് മിക്കപ്പോഴും വൾണറബിൾ ആവാൻ പറ്റാറില്ല. സ്ട്രോങ് ആയി നിൽക്കണം എന്നൊരു സൊസൈറ്റി ഉണ്ടാക്കിയ
ഒരു ഇതിനകത്ത് അവർ പെട്ടിരിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം മേ ബി ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെയില്ല. ഞങ്ങൾ പെൺകുട്ടി നമ്മൾ വൾണറബിൾ ആണല്ലോ, നമ്മൾ തൊട്ടാവാടികളാണല്ലോ, നമുക്ക് അറിയാമല്ലോ. അതെനിക്ക് നല്ലതായിട്ട് തോന്നിക്കുന്നത്. അതെ, നമ്മൾ വിഷമം വരുമ്പോൾ നമ്മൾ കരയും, നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്യും, അത് സ്വാഭാവികമാണ്. അതെ, അത് നമ്മൾ തൊട്ടാവാടികളാണല്ലോ. അപ്പം ഫീമെയിൽസിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഗേൾസിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സാധനം സൊസൈറ്റി വെച്ചിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഫീമെയിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അങ്ങനെ എന്ത് പറഞ്ഞ് നമുക്ക് കാര്യം, നമുക്ക് വൾണറബിൾ ആവാം. മെയിൽസിൻ്റെ അടുത്ത് അങ്ങനെ പറ്റാറില്ല പലപ്പോഴും. പക്ഷെ അവർ പലപ്പോഴും നമ്മളെടുത്ത് വന്നിട്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക വിഷമങ്ങൾ അല്ലെങ്കിൽ അവർ ഭയങ്കര വൾണറബിൾ ആവുന്നത് അങ്ങനെ വന്നിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് മെയിൽ ഫ്രണ്ട്സ് ഈസ് സംതിങ് എൽസ്. ഒരു ആൺകുട്ടികൾ അവർ തമ്മിലുള്ള ഫ്രണ്ട്സ് ഈസ് സംതിങ് എൽസ്. യെസ്, ഇറ്റ്സ് സംതിങ് എൽസ്. ബട്ട് ബോത്ത് ആർ നൈസ്. എനിക്ക് എൻ്റെ കൂടെയുള്ള എൻ്റെ ആൺ സുഹൃത്തുക്കളെന്ന് വെച്ചാൽ എനിക്ക് ബ്രോസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞാൻ മിക്കപ്പോഴും അവരെ നീളാണ് അങ്ങനെയാണ് രീതിയിലാണ്. അവർക്കിപ്പോഴും പെൺകുട്ടികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല വേറെ അവരെ പ്രേമിക്കാൻ. അങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഒരു പേഴ്സൺ നമുക്ക് തോന്നില്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായാലും. അങ്ങനെയുള്ള ആൾക്കാർ കൂടെയുണ്ട്. ഈ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സിനിമകളിലെല്ലാം പറയുന്നു ബോയ് ആൻഡ് എ ഗേൾ ക്യാൻ നെവർ ബി ഫ്രണ്ട്സ്. there is something that's meant to happen between them. They can never be friends എന്ന് പറയുന്നൊരു സമൂഹം ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും അനശ്വരയ്ക്ക് തോന്നിയിട്ടുണ്ടോ ബോയ് ആൻഡ് എ ഗേൾ can never be friends forever? They can be friends, but sometimes up to them, depending on them. ചിലപ്പോൾ മാറുമല്ലോ. They can be friends. Can be. അതാണ് എൻ്റെ ഉത്തരം. അതെ, ഇനി മേ ബി. പിന്നെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമ്പോൾ ഫുള്ള് ബെസ്റ്റി എന്ന് പറയുന്നതാണല്ലോ ഇപ്പോൾ ബോയ് ഫ്രണ്ടിനേക്കാളും പ്രശ്നം. എൻ്റെ ബെസ്റ്റി. എനിക്ക് റീലുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് നടക്കും ബെസ്റ്റി, ഇത് ബെസ്റ്റിയുടെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അങ്ങനത്തെ ട്രോളുകൾ ഒത്തിരി വരുന്നുണ്ട്. ഇനി സിനിമയിലോട്ട് വരികയാണെങ്കിൽ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഓസ്ലറിൽ വന്നു കഴിയുമ്പോൾ മമ്മൂക്കയുടെ നായികയായിട്ടാണ് അവിടെ വരുന്നത്. അപ്പം ഈ ഒരു സിനിമയിലാണ് ശരിക്കും എനിക്ക് അനശ്വരയ്ക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലായത്. ഞാൻ ഈ എല്ലാ സിനിമയും കാണുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്കത് ക്ലിക്കായില്ല. പക്ഷെ എന്ന് പറയുന്നൊരു സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനശ്വരയായി. ആക്ടിങ്ങിൽ വേറൊരു മെച്യൂരിറ്റി കണ്ടു തുടങ്ങി. എനിക്ക് വലിയ കുട്ടിയായി അനശ്വരാൻ തോന്നിയൊരു സിനിമയാണ്. ശരിക്കും അനശ്വരയ്ക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു തുടങ്ങിയോ, ഞാനൊരു വലിയ കുട്ടിയായി? ഇല്ല, ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. സിനിമകൾ പോകുന്നവരും എന്നെ കുഞ്ഞായിട്ട് തേച്ചുമിനിക്ക് മെച്ചപ്പെടുത്തുന്നു എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ ഒരു സിനിമകളൊന്നും എനിക്ക് ഞാൻ അധികം കണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും അതെ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം തോന്നിക്കൊണ്ടിരിക്കുമല്ലോ. എനിക്കിങ്ങനെ അന്യഭാഷകളിൽ പടം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ പടം ചെയ്യണം അങ്ങനെ ഒരു രീതിയിലല്ല. ബട്ട് എനിക്കിതിന് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് എനിക്ക് ഇവിടെ വെക്കണം, ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്കൊരു വെറുതെ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്ന രീതിയിൽ എനിക്കിവിടെ നിൽക്കേണ്ട. അതെനിക്ക് ഒന്നിലും നിൽക്കേണ്ട. ഒരു ഫീൽഡിലാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഇവിടെ ആളുണ്ട് എന്ന രീതിയിൽ എനിക്ക് നിൽക്കേണ്ട. ഞാൻ ഈ ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു സ്പേസ് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു രീതിയിലാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. സ്വയം പര്യാപ്തത. അതെ, സ്വയം പര്യാപ്തത. ഓക്കെ, നമ്മൾ സ്വയം പര്യാപ്തതയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ അനശ്വര വളരെ ചെറുപ്പത്തിൽ ഏൺ ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. എന്ന് വെച്ചാൽ യു ആർ സ്റ്റേബിൾ, യു ആർ സെറ്റിൽഡ്. അപ്പം പക്ഷെ പല വീടുകളിലും ഉണ്ട് ആൺകുട്ടികൾ ആണ് നേരത്തെ ഏൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടികളാണ് ഏൺ ചെയ്യുന്നത്, പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അനശ്വരയുടെ വീട്ടിൽ അങ്ങനെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ ഏൺ ചെയ്ത് സ്വന്തം സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ടെൽ ടു യങ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? കാരണം യു ഹാവ് അച്ചീവ്ഡ്. നമ്മളാ ഒരു ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വൃത്തിക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് പറയും അങ്ങനെ സെൽഫ് ഡിപ്പെൻഡൻസിയെക്കുറിച്ച്, ആ ഒരു ഏർണിങ് ഇതിനെക്കുറിച്ച്? ഞാനങ്ങനെ ഒരു ജനറേഷൻ വെൽത്തിലേക്കൂടെ വന്ന ആളല്ല. ഈ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള അച്ഛൻ KCBയിൽ വർക്ക് ചെയ്യുന്ന, അമ്മ അംഗനവാടി ടീച്ചറായിട്ടുള്ള, എൻ്റെ ഗവൺമെൻറ് ജോലിയുള്ള അങ്ങനൊരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളാണ്. എനിക്ക് സിനിമ പോയിട്ട് ഇതൊന്നും എൻ്റെ ഒരു ഡ്രീമിലുള്ളൊരു പേഴ്സൺ ആയിരുന്നില്ല. ഞാൻ ഇപ്പം ഇവിടെ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ, നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ഇറ്റ്സ് ഫിലിം ആൻഡ് സിനിമ എന്നുള്ളതാണ്. അപ്പം ഇത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇഫ് ഐ ക്യാൻ ദെൻ യു ക്യാൻ. ഇത് നമ്മളൊന്ന്
മനസ്സിറങ്ങി ചെന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുറേയൊക്കെ. അപ്പം ഈ ഒരു ലൈഫ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റാത്തൊരു ലൈഫ്. ഞാൻ മാനിഫെസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അതിനുപോലും ഈ ലൈഫിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല എനിക്കിങ്ങനെ ഒരു ലൈഫ് കിട്ടുമെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഐ ആം പ്രൗഡ്. എന്നിൽ തന്നെ ആലോചിച്ച് ഞാൻ കൊള്ളാം ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വയം പുകഴ്ത്തുന്നല്ല കേട്ടോ, പക്ഷേ കൊള്ളാം. യു ക്യാൻ സേ ദാറ്റ് നമ്മൾ പറ്റും. എൻ്റെയോ എൻ്റെ ഫാമിലിയുടെയോ ലൈഫ് അപ്പോഴും ജീവിക്കുന്ന പോലെയല്ല, ഒരുപാട് രീതിയിൽ മാറിയിട്ടുണ്ട് ഇതിന് ശേഷം. ഒരു ഏണിങ് വന്നേ പിന്നെ മോദന എനിക്ക് എന്നെ തന്നെ പറയാൻ പറ്റുന്ന ഞാൻ കോൺഫിഡൻ്റ് ആയി. ഞാൻ സ്വയം ഏൺ ചെയ്യുന്നുണ്ട്, ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിളാണ് എന്നതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് അതിനകത്ത്. എനിക്ക് പുറത്ത് പോകുമ്പോൾ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, എനിക്ക് പുറത്ത് പോകുന്ന എനിക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അതിനകത്ത്. പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു വ്യത്യാസം, ഭയങ്കര അടിപൊളിയാണ് അതിനകത്ത്. അതിപ്പം ഞാൻ സിനിമയുടെ കാര്യങ്ങളല്ല, അതിപ്പം ഏതൊരു പേഴ്സൺ ആണെങ്കിലും അവർ സ്വയം ഏൺ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്വയമായിട്ട് ഏൺ ചെയ്യുന്നില്ല, എൻ്റെ കാശാണ്, എനിക്കതിനകത്ത് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാം. പലർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട് എൻ്റെതായ റെസ്പോൺസിബിലിറ്റി. ഞാൻ മീറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ചിലവിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ്. പ്രൈസ് ടാഗ് ഒന്നും നോക്കണ്ട, ഇഷ്ടമാണ്, ഞാൻ മേടിക്കട്ടെ. ഇനി ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അച്ഛനെ അമ്മയെ റിട്ടയർ ചെയ്യിച്ച് അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ചേച്ചിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അനശ്വര എന്തെങ്കിലും അവരെക്കുറിച്ചൊക്കെ എനിക്ക് ഇന്നത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം, ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ ചിന്തകൾ വരാറുണ്ടോ? ലൈക്ക് ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായം അനുസരിച്ച് നമുക്ക് ചിന്തകൾ കൂടൂലേ? ഉണ്ട്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഉള്ള ആളാണ്, ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊരു ബെറ്റർ ലൈഫ് കൊടുക്കണം. ഞാൻ കാരണമാണെങ്കിലും അത് കൊടുക്കണം. എനിക്കുണ്ട്, ചേച്ചിക്കുണ്ട്. അവർ ഹാപ്പി ആയിരിക്കണം. അങ്ങനെ ഇനിയൊരു സ്ട്രഗിൾ അവർക്ക് ഫിനാൻഷ്യലി ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു സ്ട്രഗിൾ അങ്ങനെ വരരുത് എന്ന രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ 2 പെൺകുട്ടികളാണല്ലോ. ഞാൻ നേരത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം അതിലോട്ടൊരു പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഇപ്പോൾ ചേച്ചി കല്യാണം കഴിക്കുകയാണെന്ന് വിചാരിക്കുക, ഹൈപ്പോത്തറ്റിക്കൽ ചേച്ചിയുടെ കല്യാണം ആയിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് ടൈപ്പ് ഓഫ് അച്ഛൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഇതായി പാർട്ടി ഒരു ടീമായി പോയി കഴിഞ്ഞു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ, കാരണം ഈ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഷമ്മിയൊക്കെ പോലെയുള്ള പാർട്ടീസൊക്കെ വീട്ടിലോട്ട് ഒരാൾ കയറി വരേണ്ട ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? ലൈക്ക് ഈ ഒരു ഏജ് ആയി കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിൻ്റെ ഇപ്പോൾ എൻ്റെ കല്യാണം വരുമ്പോൾ എൻ്റെ അനിയൻ നമ്മളതൊക്കെ ആലോചിക്കണം. എൻ്റെ കല്യാണം വരുമ്പോൾ ഞാൻ ഏത് ടൈപ്പ് കുട്ടിയാണെങ്കിലായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുമ്പോൾ നമ്മൾ ഈ അവിടെ ഭയങ്കര ചിരിയാച്ച് കേട്ടിരിക്കണവരൊക്കെ ഷമ്മി എന്നൊക്കെ എൻ്റെ പൊന്ന് രേണു എന്നൊക്കെ ഞാൻ ക്രേസി പീപ്പിൾ ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വരണ ആൾ നമ്മളുമായിട്ട് ജെല്ലായില്ലെങ്കിൽ തീർന്നില്ലേ? അപ്പം അങ്ങനെ നിങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ? അതായത് എൻ്റെ പൊന്നു മോളെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരാൾ അങ്ങനത്തെ ആണെങ്കിൽ പിന്നെ അങ്ങനെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ അവളുടെ ലൈഫിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചും എനിക്ക്, കാരണം നമ്മുടെ രണ്ടുപേരും ഒപ്പീനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യും. അവൾ പറയുന്നൊരു കാര്യം എന്നെ എഫക്റ്റ് ചെയ്യും, ഞാൻ പറയുന്നൊരു കാര്യം അവളെ എഫക്റ്റ് ചെയ്യും. അപ്പം രണ്ടുപേർക്കും അങ്ങനെ പറ്റാത്തൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരാൾ. കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ സിമിലർ ആണ്. അതിനകത്ത് ഉള്ള ഒന്നാണ് നമ്മുടെ ഡേറ്റിംഗ് ലൈഫ് എന്നുള്ളത്. അപ്പം ആളുടെ വന്നൊരാൾ, കൂടെയുള്ള ഒരാൾ അവരെ പറ്റി പറയുന്ന ഞാൻ പറയുന്ന ഒരു കാര്യം അതും തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യും. ഞാൻ ആ ഒരു പേഴ്സണെ എങ്ങനെ കാണുന്നു, അയാൾ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. തിരിച്ചും എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ വന്നാൽ അവരെങ്ങനെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫിൽ ജെല്ലാവും എന്നുള്ളത് എഫക്റ്റ് ചെയ്യും. ആ ഒപ്പീനിയൻ എഫക്റ്റ് ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. ഇനി അവളുടെ ലൈഫിലോ എൻ്റെ ലൈഫിലോ വരുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളാവില്ല ഒരു ഇതെനിക്ക് തോന്നിയിട്ടില്ല. ഈ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് പ്രണയിക്കുന്ന സമയത്തൊക്കെ അവർ പറയണ പോലെ ആദ്യം കാമുകിയെ മാത്രമല്ല മറ്റവൾക്ക് സന്തോഷമുണ്ടോ നോക്കിയാലോ. തീർച്ചയായിട്ടും. എന്തോ പറഞ്ഞല്ലോ ഡേറ്റിംഗ് ലൈഫ് എന്ന്. ഡേറ്റിംഗ് സിനിമ കഴിഞ്ഞിട്ടല്ലേ? ലൈക്ക് ആരെങ്കിലും കണ്ടാലല്ലേ ഉള്ളൂ. വീട്ടിൽ ബെഡ്റൂമിൽ നിന്ന് അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങണം അനശ്വര ഇതിനൊക്കെ. അല്ലെങ്കിൽ ഫോണെങ്കിലും അറിയാം, ഫോണെങ്കിലും നമ്മൾ എടുക്കണം, കണ്ടെടുക്കണം എന്നല്ലേ? അതായത് ഷൂട്ട് കഴിഞ്ഞിട്ടൊരു ലൈഫ് വേണം. അപ്പൊ ഡേറ്റിംഗ് ആഡ് ചെയ്യണ്ട, ലൈഫ് സിമ്പിൾ ആയിട്ടുള്ള ലൈഫിന് ട്രൈ ചെയ്യുന്നുണ്ട്. അനശ്വര ഒരു കാര്യം കൂടെ, അനശ്വരയുടെ ഡ്രസ്സിങ് അതുപോലെ അനശ്വരയുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും നമ്മൾ സിനിമകൾ വെച്ചിട്ടാണ് നടക്കുക. ഞാൻ ഈ ഓസ്ലറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതുപോലെ പ്രണയവിലാസമൊക്കെ ആ സാരിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മനസ്സിൽ അനശ്വര ഒരു പൊട്ട് സാരി ഇത് കൊടുത്തിട്ടുള്ളൊരു അന്നത്തെ ഒരു നായികയാണ്. ഒരു 80s ആ ഒരു സമയത്ത് നായിക പോലെയാണ് 90s. അപ്പോൾ ശരിക്കും അനശ്വര ഒരു 90s കിഡാണോ അതോ അങ്ങനെ തോന്നുവേ സാരി ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെ ഉണ്ടോ?
സാരിക്ക് എനിക്ക് ഇഷ്ടമാണത് 90s ഇപ്പം പല 2K കിഡ്സിനും അങ്ങനെ എല്ലാവർക്കും അവരുടെ ഇതിൽ ഡിഫറെൻ്റ് ആണല്ലോ. ഞാൻ വളർന്നതൊക്കെ എൻ്റെ ഇപ്പം പറഞ്ഞു ഈ 2K കിഡ്സ് ഭയങ്കര ജനിച്ചപ്പോഴേ ഫോൺ കൈ കിട്ടിയ ആൾക്കാരാണ്, അവർക്ക് ചൈൽഡ്ഹുഡ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലേ? ഇല്ല. ശരി, എന്ത് പ്രായത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏജും ഗ്രേസ്ഫുള്ളിയെ കൈ പിടിക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് ഞങ്ങൾ അങ്ങനെ ഒരു ഈ സോ കോൾഡ് 90s ലൈഫ് ഉണ്ടായ ഒരാൾ തന്നെയാണ് ഞാനും. എനിക്കും അങ്ങനെ ഒരു പ്രോപ്പർ ഒരു നല്ല ചൈൽഡ്, ഞാൻ പറഞ്ഞ ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മുടെ കുളം, കാവ്, മറ്റേ നാടിൻ്റെ സൗന്ദര്യം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് പ്രോപ്പർ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്ത് വളർന്നൊരു ആൾ തന്നെയാണ് ഞാൻ. അപ്പം എൻ്റെ ഈ സാരിയിലും ഇതിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരുങ്ങി പൊട്ടൊക്കെ ഇട്ട് അങ്ങനെ നടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. മുന്നേയും ഞാൻ 2-3 സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ലോ ആവുന്ന സമയത്ത് ഞാൻ സാരി, നമ്മൾ മെൻ്റലി കുറച്ച് ലോ ആയിരിക്കുമല്ലോ, നമുക്കങ്ങനെ എവിടെയും മൂഡൊന്നുമില്ല, വെറുതെ ഇരിക്കണം എന്നുള്ള സമയത്തൊക്കെ ഞാൻ വെറുതെ ഒരു സാരിയൊക്കെ എടുത്ത് വെറുതെ ചായയൊക്കെ കുടിക്കാൻ പുറത്തൊക്കെ പോകും. കുറച്ച് നമ്മൾ നോക്കിയാവും, നമ്മളൊന്ന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാവും. എനിക്കിതിൽ ഇഷ്ടമായ ഒരു കാര്യം അനശ്വര ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പ്രായമായത് ഞങ്ങളുടെ കുഴപ്പമാണെന്ന്. ആക്ച്വലി പലപ്പോഴും തോന്നിയിട്ടില്ലേ ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ഒരുപാട് പേരും അവർക്ക് പറ്റാത്തത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു അസൂയാണ് കാണിക്കുന്നതെന്ന്. പിന്നെ ഈ 2K കിഡ്സ് 90s കിഡ്സിൻ്റെ എന്ന് വെച്ചാൽ നോ ഒഫെൻസ് ടു 90s കിഡ്സ്, ഓക്കെ, ബട്ട് സ്റ്റിൽ അവർ ഇടുന്നത് 2K പാൽക്കുപ്പി എന്നൊക്കെ പറഞ്ഞിടുന്നത് കുറേ എനിക്ക് കുറച്ചൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും അവരുടേതായ രീതിയിൽ അവർക്ക് ലൈഫ് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. അവർ ജനിച്ചപ്പോഴേ പലരും അങ്ങനെ ഫോണിൽ ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നല്ല, അവരുടേതായ രീതിയിൽ എല്ലാവർക്കും ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കുട്ടികളാണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നല്ല പാരൻസ് മിക്കവർക്കും ഉണ്ട്. അവർ എല്ലാ അറിവുകളും ഉള്ള ഒരു ടോക്സിക് പാരൻറ്റിങ് എന്താണെന്ന് അറിവുള്ള അങ്ങനെയുള്ള പാരൻസാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് പലർക്കും ഉള്ളത്. ഇപ്പോൾ ജനിച്ചവർക്കാണെങ്കിലും അവർക്ക് അറിയാം, ഇപ്പോൾ ഉള്ള പാരൻസിന് അറിയാം എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്താണ് ഈ പാരൻസ് എപ്പോഴാണ് ടോക്സിക് ആവണമെന്ന് അവർക്ക് അറിയാം. കുട്ടികളല്ലാതെ തന്നെ പണ്ട് നമ്മളൊക്കെ കുട്ടികളാണല്ലോ പറഞ്ഞേക്കുന്നത്, കുട്ടികൾ അവരെ നോക്കില്ല, ഇവരാക്കില്ല, കുട്ടികളാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള പാരൻസിനറിയാം അവർ ടോക്സിക് ആവുന്ന എപ്പോഴാണ്. അപ്പോൾ അവർക്കൊരു നല്ലൊരു മെൻ്റലി പീസ്ഫുള്ളായ ഒരു ചൈൽഡ്ഹുഡ്, മെൻ്റൽ ട്രോമ ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊന്നും പലപ്പോഴും ഈ പല 90s കിഡ്സിനും ഉണ്ടായിട്ടില്ല. നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഈ 2K പാൽക്കുപ്പികൾ ഇവരൊന്നും കളിയാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നൊരു 2K കുട്ടി പറഞ്ഞുകൊണ്ട് എനിക്കും പറയാനുള്ളത്. പക്ഷെ ഏർലി 2K ഒക്കെ ഉണ്ടായിരിക്കുന്നത് 90s കിഡ്സിനുണ്ടായ അതേ ചൈൽഡ്ഹുഡാണ്. കുറേയൊക്കെ എനിക്കും എൻ്റെ ചേച്ചിക്കൊക്കെ ഉണ്ടായിരിക്കുന്ന അങ്ങനെയുള്ള ചൈൽഡ്ഹുഡാണ്. നല്ല അടിപൊളി ലൈഫാണ് കിട്ടിയത്. ഞാൻ കേട്ടു അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നല്ല കൂൾ ലൈഫ്. അസൂയ തോന്നുന്നു, പക്ഷെ സ്കൂളിലൊന്നും അസൂയ തോന്നണില്ല. എന്നാലും രേഖാചിത്രം വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. രേഖാചിത്രം മാത്രമല്ല, അവിടെ പുണ്യാളനുണ്ട്, അതുപോലെ ഇനി വരുന്നുണ്ട്. അതെ, 14 പൈങ്കിളിയുണ്ട്, പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ, അതുകൊണ്ട് പറഞ്ഞു പഠിക്കണമല്ലോ. അത് ഇന്റർവ്യൂവിനൊക്കെ പറയാൻ വേണ്ടി എപ്പോഴും പ്രിപ്പയർ ആവാം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. നന്നായി. അപ്പോൾ ഈ സിനിമകളെല്ലാം റിലീസിന് വന്നിരിക്കുകയാണ്. റിലീസിന് അതിപ്പോൾ കഴിഞ്ഞു, പടം കഴിഞ്ഞു, ഈ വർഷമായിട്ട് റിലീസ് ചെയ്യും. വേറെ ഭാഷകൾ എന്തൊക്കെയോ, അതെ, ഒരു തമിഴ് പടം ചെയ്യുന്നുണ്ട്, ഒരു തെലുങ്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉടനെ ഈ വർഷം തന്നെ. നല്ല വർഷമായിരിക്കട്ടെ 2025. 25 ഇതിനു മുന്നേ നല്ലതായിരുന്നു. ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് വീണ്ടും ഇങ്ങനെ കാണാനിട വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് അനശ്വര ഫോർ യുവർ ടൈം. താങ്ക് യു. ബെന്നീസ് റോയൽ ടൂർസ്, കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്.